ബാലേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി ജീവിച്ചത്. പൈലറ്റായ അങ്ങയുടെ മകനും എയർ ഹോസ്റ്റസായ ഞാനും ജീവിതത്തിലെ സ്നേഹിച്ചവരാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അങ്ങോട്ട് പറയാൻ വരെ ബാലേട്ടൻ തീരുമാനിച്ചതാണ്. ഒരു ദിവസം ഞാൻ ബോംബെയിൽ നിന്നും 3 ദിവസത്തെ ലീവിന് വീട്ടിലെത്തി. ബ്ലഡ് സ്മിയറും ബോൺ മാരോ സ്മിയറും നോക്കിയിട്ട് ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കേമിയയുടെ എല്ലാ ഫീച്ചേഴ്സും കാണുന്നുണ്ട്. എനിക്കും ആ കുട്ടിയെ ആദ്യം പരിശോധിച്ചപ്പോഴേ സംശയം തോന്നി. അതുകൊണ്ടാ ഡീറ്റെയിൽ ചെക്കപ്പിനായിട്ട് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഏതായാലും ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് കുറെയെങ്കിലും ഭാഗ്യമായി. ഇടയ്ക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയാൽ മതിയല്ലോ. എങ്ങനെയാണ് ആ കുട്ടിയോട് ഈ വിവരം പറയാ? സുഖമില്ലാതെ കിടക്കുന്ന അച്ഛൻ മാത്രമേ ആ കുട്ടിക്കുള്ളൂ. May I come in, sir? Yes, come in. ഇരിക്കൂ. നിങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ട് എല്ലാം കിട്ടി. ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഡോക്ടറിന്റെ രോഗം? ഡോക്ടർ, എന്താണെങ്കിലും തുറന്നു പറയും. പേടിക്കാനൊന്നുമില്ല. ബ്ലഡ് ടെസ്റ്റും ബോൺ മാരോ ടെസ്റ്റും ചെയ്തതിൽ നിന്നും ബ്ലഡിൽ വൈറ്റ് കോപ്പർ സെൽസ് ക്രമത്തിലധികം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, പേടിക്കാനൊന്നുമില്ല. ഇപ്പോഴും ഡോക്ടർ എന്റെ രോഗം എന്താണെന്ന് പറഞ്ഞില്ല. തുടക്കമാണ്. കാര്യമായ ട്രീറ്റ്മെന്റ് ഒന്നും ഇപ്പൊ വേണ്ട. ലുക്കേമിയ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഭയപ്പെടും. ഡോക്ടർ, കുട്ടി ഇങ്ങനെ പേടിച്ചാലോ? ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കേമിയാണിത്. ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ.
അന്ന് ഞാൻ ബാലേട്ടൻ എഴുതിയ കത്താണ് അങ്ങയുടെ കയ്യിലിരിക്കുന്നത്. കത്ത് കിട്ടിയപ്പോൾ തന്നെ ബാലേട്ടൻ എന്നെ കാണാനായി ഓടി വന്നു. ഞാൻ ബാലേട്ടന്റെ മുന്നിൽ എന്നെ അഭിനയിക്കുകയായിരുന്നു. കത്തയച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സത്യം അറിഞ്ഞത്. രേഖ 2 മാസം ഗർഭിണിയാണ്. രേഖയുടെ ഭർത്താവ് എവിടെയാണ്? എന്റെ ഭർത്താവ് വിദേശത്താ. ഏതായാലും ഞാൻ കുറച്ച് മരുന്നിന് എഴുതി തരാം. തൽക്കാലം അത് കഴിച്ചാൽ മതി. ഡോക്ടർ, ഞാൻ പ്രസവിച്ചാൽ എന്റെ ഈ രോഗം എന്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ലുക്കേമിയ മാരകമായ രോഗമാണെങ്കിലും രേഖയെ ബാധിച്ചിട്ടുള്ളത് വളരെ പതുക്കെ മാത്രം എഫക്ട് ചെയ്യുന്ന ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കേമിയാണ്. ഡോക്ടർ, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണ്. തുടക്കത്തിലേ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. രേഖ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ആത്മഹത്യ ചെയ്യണോ വേണ്ടയോന്ന് ഞാൻ പലവട്ടം ആലോചിച്ചതാണ്. പക്ഷെ എന്റെ വയറ്റിൽ വളരുന്ന എന്റെ ബാലേട്ടന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ എന്റെ മനസ്സ് സമ്മതിച്ചില്ല. എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എന്റെ വിവാഹവും എന്റെ ഭർത്താവിന്റെ ആക്സിഡന്റും ഒക്കെ ഞാൻ പറഞ്ഞ വെറും കെട്ടുകഥകളായിരുന്നു. ആ കഥകളിലൂടെയെങ്കിലും എന്റെ ബാലേട്ടൻ എന്നെ വെറുക്കുമെങ്കിൽ ബാലേട്ടന്റെ ജീവിതമെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയാണ് അവസരങ്ങൾക്കൊത്ത് ഞാൻ ഓരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ ബാലേട്ടന് എല്ലാ നന്മകളും ഉണ്ടാവാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചവളാണ് ഞാൻ. ഒരിക്കലും അങ്ങയുടെ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തിന്റെ സൗഭാഗ്യം തട്ടിപ്പറിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. വരും മോളെ, അങ്ങോട്ടിരിക്കും. ബാലേന്ദ്ര, നീ ഞാനും കേട്ടതൊന്നും അല്ല സത്യം. നമുക്ക് തെറ്റുപറ്റി. നമ്മൾ എന്തിനാ മമ്മി ഇവിടെ വന്നത്? വെറുതെ. ഹായ് രമ്യ മോളോ? മോളെങ്ങനെ ഇവിടെ വന്നു? മുട്ടയ്ക്കാൻ കൊണ്ടുവന്നതാ. ചേച്ചി ഇരിക്കും. മോക്ക് ചോക്ലേറ്റ് വേണം? ആ, അതെ മോനെ, ഏത് നിമിഷവും മരണവും കാത്തു കഴിയുന്ന ഒരു മാരക രോഗത്തിന് അടിമയാണ് അവൾ. ഷീസ് എ ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ്. ഏതാനും വർഷങ്ങൾ മാത്രം ആയുസുള്ള തന്റെ ജീവിതം കൊണ്ട് നിന്റെ ജീവിതം കൂടി നശിപ്പിക്കരുതെന്ന് ആഗ്രഹിച്ച വലിയ മനസ്സുള്ളവളാണ് രേഖ. നിന്റെ കുഞ്ഞിനെയും വയറ്റിൽ ചുമന്നുകൊണ്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പരിഹാസവാക്കുകൾ കേട്ട് എല്ലാ നൊമ്പരങ്ങളും ഉള്ളിലൊതുക്കി കഴിഞ്ഞത് നിനക്ക് വേണ്ടിയായിരുന്നു, നിന്റെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു. ഇനി 3 ദിവസമേ നിന്റെ വിവാഹത്തിന് ബാക്കിയുള്ളൂ. മരണത്തിന്റെ ദിവസവും കാത്തു കഴിയുന്ന രേഖയെ നീ വിവാഹം കഴിക്കണമെന്നും ഞാൻ പറയില്ല. നീ എന്റെ മകനാണ്. ആര് വിവാഹം കഴിക്കണം തീരുമാനിക്കാനുള്ള അറിവും വിവേകവും നിനക്കുണ്ടെന്ന് എനിക്കറിയാം. ഡാഡി, എനിക്ക് രേഖ എന്റെ മോളെയും കാണണം. ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ. രേഖ എവിടെ ഡാഡി? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ഇനിയും ഇതുപോലെ 2 ചോക്ലേറ്റ് തരണം. എത്ര വേണേ തരാം മോളെ.
നടക്കുമായിരുന്നു. പപ്പ, രേഖ എവിടെ? ഇപ്പൊ ഓട്ടോറിക്ഷ കയറി പോകണുണ്ടോ? എങ്ങോട്ട് പോയി? ഓട്ടോക്കാരന്റെ റെയിൽവേ സ്റ്റേഷനിലാണെന്ന് പറഞ്ഞു.